നമ്മളെല്ലാവരും മിക്കപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ട്രാവൽ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ട് പകുതി എത്തുമ്പോഴായിരിക്കും അയ്യോ ഫോൺ എടുത്തില്ല, താക്കോൽ എടുത്തില്ല ലോക്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്പെക്സ് എടുത്തില്ല. മിക്കപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണെന്നറിയാം. അസ്സലാമു അലൈക്കും, ഞാൻ ആദിൽ. And this is chapter 4 of Atomic Habits, which is The Man Who Didn't Look Right. ഈ ചാപ്റ്റർ തുടങ്ങുന്ന ചെറിയൊരു സ്റ്റോറി വെച്ചിട്ടാണ്. ആ സ്റ്റോറീനെ ബേസ് ചെയ്താണ് ഈ ചാപ്റ്ററിൻ്റെ പേര് തന്നെ ഇട്ടേക്കുന്നത്. സോ ആ സ്റ്റോറി എങ്ങനെയെന്ന് വെച്ചാൽ, ഒരാളൊരു ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഈ ഹോസ്പിറ്റലിൽ ഈ ചെക്കപ്പിൻ്റെ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഈ മെഷീൻസിലുള്ള റീഡിങ്സ് ഒക്കെ നോക്കുമ്പോൾ, അതായത് ഈ ബ്ലഡ് പ്രഷർ, ഹാർട്ട് റേറ്റ്, ടെമ്പറേച്ചർ, ഇതെല്ലാം ഓക്കെയാണ്. ആൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. കൂടെ ഒരു നേഴ്സ് ഉണ്ടായിരുന്നു. ആ നേഴ്സിന് ഇയാളുടെ സ്കിൻ ടോണിൽ എന്തോ സംതിങ് ഫിഷി എന്നുള്ള രീതിയിൽ തോന്നി. അപ്പം തന്നെ പുള്ളിക്കാരി എന്ത് ചെയ്ത് എമർജൻസി എല്ലാം അടിച്ച് ഡോക്ടേഴ്സ് എല്ലാവരും വന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്കപ്പ് ചെയ്തൊക്കെ എന്താ സംഭവം, ആൾക്ക് കാർഡിയാക് അറസ്റ്റാണ്. ആസ് ഇൻ ആൾക്ക് ബോഡിക്ക് കിട്ടേണ്ട ഓക്സിജൻ കിട്ടണില്ല. അപ്പോൾ ഹാർട്ട് പമ്പിങ് കുറയും. സോ ആളുടെ സ്കിൻ ടോൺ പയ്യെ പയ്യെ ബ്ലൂ ആവാൻ തുടങ്ങി. അപ്പോൾ അത് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ഈ നഴ്സിന് കാണാൻ പറ്റി. മിഷ്യൻസിനും ഈ ഡോക്ടേഴ്സിനും ആർക്കും കാണാൻ പറ്റാത്ത കാര്യം ആ നഴ്സിന് കാണാൻ പറ്റിയതുകൊണ്ട് മാത്രം അയാൾ മയ്യത്തായില്ല. സോ അത് ഈ ചാപ്റ്ററിനായിട്ട് എങ്ങനെ കമ്പയർ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ മിഷ്യൻസും ഡോക്ടേഴ്സും ആർക്കും കാണാൻ പറ്റാത്ത വളരെ മൈന്യൂട്ട് ആയിട്ടുള്ളൊരു കാര്യം ആ നഴ്സ് കണ്ടതുകൊണ്ട് മാത്രം ആ വ്യക്തിയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റി. അതേപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ നോട്ടീസ് ചെയ്യാത്ത വളരെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ നോട്ടീസ് ചെയ്ത് അത് ചെയ്യേണ്ട രീതിയിൽ നമ്മൾ പ്രവർത്തിച്ച് തുടങ്ങിയാൽ നമ്മുടെ ലൈഫിൽ പല ചേഞ്ചസും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ നേരത്തെ ചാപ്റ്ററിൽ പറഞ്ഞ മുമ്പത്തെ ചാപ്റ്റർ കാണാത്തവർ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ പറയാൻ പോകുന്ന ഒരു സാധനം മനസ്സിലാവില്ല. ഓക്കെ, ക്യൂ ആസ് ഇൻ ട്രിഗർ. ഇതിൻ്റെ ഡെഫിനേഷൻ ഞാൻ എന്നോട് തന്നെ പറഞ്ഞിട്ട് എനിക്ക് തന്നെ മനസ്സിലാവില്ല. സോ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ ഈസി ആയിരിക്കും. ഇപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ബോറടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മുമ്പിലൊരു ഫോൺ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ആ ഫോൺ കണ്ടതുകൊണ്ട് മാത്രം നമ്മൾ അതെടുത്ത് ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്ത് പിന്നെ അങ്ങനെ ഇരുന്നു. സോ അതേപോലെ തന്നെ ഫോർ എക്സാമ്പിൾ നമ്മുടെ മുമ്പിൽ ഒരു കപ്പലണ്ടീൻ്റെ ഒരു പീനട്സിൻ്റെ ഒരു പ്ലേറ്റ് ഇവിടെ വെച്ചാൽ അത് കാണുമ്പോൾ തുറന്ന് കഴിക്കാൻ തോന്നും, സ്വാഭാവികം. അപ്പോൾ ആ ഓരോ നമ്മുടെ മുമ്പിലിരിക്കുന്ന നമ്മൾ അത് നോട്ടീസ് ചെയ്യണത് കൊണ്ടാണ് നമുക്ക് അങ്ങനത്തെ ഓരോ ട്രിഗർ വേണ്ടത്. മനസ്സിലായ? ആ ട്രിഗറിന് അതാണ് ക്യൂ എന്ന് നമ്മൾ പറയുന്നത്. ട്രിഗർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോന്നും നോട്ടീസ് ചെയ്ത് വെക്കുമ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ മറ്റേ ആ ലൂപ്പ് തന്നെ തുടങ്ങുന്നത്. ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണത് ട്രിഗറിങ്ങാണ്. അത് നല്ലൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഡ്രൈവിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റെഡ് ലൈറ്റ് ആണ്. ഈ റെഡ് ലൈറ്റ് ആകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നില്ല എന്ത്, റെഡ് ലൈറ്റിൻ്റെ അർത്ഥം സ്റ്റോപ്പാണ്. സ്റ്റോപ്പ് ആകുമ്പോൾ നമ്മൾ ബ്രേക്ക് പയ്യെ ചവിട്ടി സ്ലോ ആകും തോറും ക്ലച്ച് ചവിട്ടി ഗിയർ ഡൗൺ ചെയ്ത് ന്യൂട്രാക്കി വണ്ടി സ്റ്റോപ്പ് ചെയ്യണം എന്ന് നമ്മൾ ഒട്ടും വിചാരിക്കുന്നില്ല. അത് ഒരു ഓട്ടോ പൈലറ്റിൽ തന്നെ ആയിപ്പോണാണ്. നമ്മുടെ മലയാളികളുടെ കാര്യം അങ്ങനെയല്ല. റെഡ് ലൈറ്റ് ആകുമ്പോൾ തന്നെ അതല്ല, പൊതുവെ ഉള്ള കാര്യം പറഞ്ഞു. സോ അവിടെ റെഡ് ലൈറ്റ് കണ്ടതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ബ്രെയിനിൽ ആ ലൂപ്പ് വന്നത്. ഏത്, വണ്ടി സ്ലോ ചെയ്യണമെന്നുള്ള, വണ്ടി നിർത്തണ വരെയുള്ള ആ ലൂപ്പ് വന്നത് ആ റെഡ് ലൈറ്റ് ആണ് അപ്പോൾ അവിടെ ട്രിഗർ. ഓക്കെ, ഞാൻ ഈ വീഡിയോയുടെ ഫസ്റ്റ് പറഞ്ഞ പോലെ ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ സാധനങ്ങൾ മറക്കുന്ന പരിപാടി ഉണ്ടല്ലോ, നമ്മൾ മെജോറിറ്റി ആൾക്കാർ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് എന്താണ്, പകുതിക്ക് വെച്ചായിരിക്കും നമ്മൾ നോട്ടീസ് ചെയ്യണം. എന്ത്, അയ്യോ പേഴ്സ് എടുത്തില്ല, അതെടുത്തില്ല. ചിലപ്പോൾ ആ ട്രാവലിൻ്റെ ഉദ്ദേശം തന്നെ ഈ ഒരു പാർസൽ എന്തെങ്കിലും കൊടുക്കാനായിരിക്കും. ആ പാർസൽ മറന്നു വെച്ചിട്ടായിരിക്കും വീട്ടിൽ പോകണം. ഇത് മറ്റേ കറക്റ്റ് ടൈമല്ലേ സാർ ആ സംഭവം. സോ ഇതിനൊക്കെ ഒരു സൊല്യൂഷനായിട്ട് ജെയിംസ് ക്ലിയർ എന്താ പറയണമെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഈ ട്രാവലിൻ്റെ കേസിലാണെങ്കിൽ ഈ പേഴ്സും ഈ ഗ്ലാസും എന്ത് സാധനമാണെങ്കിലും നമ്മൾ കാണുന്ന സ്ഥലത്ത് എപ്പോഴും എടുത്ത് വെക്കുക. നമ്മൾ അത് കാണുമ്പോഴേ നമുക്ക് ആ ലൂപ്പ് എന്തിനേക്കാണോ ചെയ്യേണ്ടത് ആ ലൂപ്പ് നമ്മുടെ വർക്ക് ആവുള്ളൂ. മനസ്സിലായ? ഇതിപ്പോൾ നമ്മൾ ഒരു ഹാബിറ്റിൻ്റെ കേസിലെടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഈ ജിമ്മിൽ പോകാനും വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ ആണെങ്കിൽ, നമ്മൾ ഈ ജിമ്മിൻ്റെ ക്ലോത്ത്സും ഈ ഷൂസൊക്കെ നമ്മൾ എപ്പോഴും കാണുന്ന സ്ഥലത്തെടുത്ത് വെക്കുക, ഒന്ന് ട്രിഗർ ചെയ്യാം. പക്ഷേ ഈ ട്രിഗർ ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ കൺസിസ്റ്റൻ്റ് ആണെന്ന് നിർബന്ധമില്ല. കാരണം വർക്കൗട്ടും ജിമ്മെന്നൊക്കെ പറഞ്ഞാൽ മടിയാണ് കുറേ പേർക്കൊക്കെ. അപ്പോൾ ഒരു ഹാബിറ്റ് എങ്ങനെ ഇഷ്ടപ്പെടും, എങ്ങനെ അട്രാക്റ്റീവ് ആക്കും, ഹൗ ടു മേക്ക് എ ഹാബിറ്റ് അട്രാക്റ്റീവ് എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ. സോ until then, I'm building something bigger. Stick around. Assalamu alaikum.